ഹലോ, നമ്മളെ ഷാജി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പള്ളിക്കുളത്താണ്. പള്ളിക്കുളം എന്ന് പറയുമ്പോൾ കണ്ണൂർ നഗരത്തിൽ നിന്ന് പുതിയ തെരു പോകുന്ന വഴിക്ക് ആണ് ഈ സ്ഥലം, ഈ തട്ടുകടയുള്ളത്. തട്ടുകട വിശേഷങ്ങളാണ് ഇവിടെ. പ്രത്യേകത എന്ന് വെച്ചാൽ പറഞ്ഞു തരാം. ഇതിപ്പം അങ്ങ് കാണുന്നത് പുതിയൊരു ഭാഗമാണ്. ഇങ്ങനെ ഇടത് ഭാഗം കാണുന്നത് എങ്ങോട്ടാ? കണ്ണൂർ നഗരം. അപ്പോൾ കണ്ണൂർ നഗരത്തിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോൾ പള്ളിക്കുളത്ത് ഇടത് ഭാഗത്താണ് ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രധാന ഫുഡ് എന്നാണെന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായാണ്. നല്ല ചൂട് കല്ലുമ്മക്കായ. അപ്പോൾ അവിടുന്ന് ആ കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശങ്ങളിൽ നിന്നും അന്യദേശത്തു നിന്നെല്ലാം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത്രയും നല്ല ടേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചൂടോടുകൂടി അത് ഉണ്ടാക്കിത്തരും. അതായത് ചൂടോടുകൂടി ആ ഉണ്ടാക്കുന്ന സമയം തന്നെ നമുക്ക് കഴിക്കാം. തണിഞ്ഞതൊന്നുമല്ല, ഫ്രഷ് സാധനം കഴിക്കാം. കണ്ടാ? അപ്പോൾ നിരവധി ആൾക്കാരാണ് ഇവിടെ ചായ കുടിക്കാനും ഈ കല്ലുമ്മക്കായ, സ്പെഷ്യൽ കല്ലുമ്മക്കായ കഴിക്കാനും വരുന്നത്. ആദ്യം തയ്യാറാക്കുന്ന എണ്ണ ഒഴിച്ച് കല്ലുമ്മക്കായൻ്റെ തോട് പൊളിച്ച് എന്നിട്ട് മുളകിൽ ഒന്ന് മുക്കി നേരെ എന്ത് ചെയ്ത് ആ പാത്രത്തിലേക്ക് ഇട്ട് വേവിക്കാൻ. അപ്പോൾ അതിൻ്റെ പുകയും ആ ചൂടോട് കൂടിയുള്ള എന്തൊരു മണമെന്നറിയാം. നമ്മൾ വായിൽ നിന്ന് ഇങ്ങനെ കപ്പലോടിക്കേണ്ട വെള്ളമാണ് വരിക. ഞാനിപ്പം ഇത് റെക്കോർഡ് ചെയ്യുമ്പം തന്നെയും എനിക്കും ആ വായിൽ കപ്പലോടിക്കേണ്ട വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ കഴിച്ചു, ഒരു 3-4 എണ്ണം കഴിച്ചു നമ്മൾ രണ്ടുപേരും. അപ്പം നല്ല ചൂട് ചായയും ഈ കല്ലുമ്മക്കായും കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ലെവലാണ്. കൂടാതെ മറ്റ് പലഹാരങ്ങളുണ്ട് കേട്ടോ. അപ്പം ഈ പള്ളിക്കുളത്ത് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോ സ്റ്റാൻഡിൻ്റെ പിറകിൽ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ നേരെ അടുത്താണ്. അപ്പോൾ അവിടുന്ന് കാണാം, കണ്ണൂരിൽ നിന്ന് പുതിയൊരു പോകുമ്പോൾ പള്ളിക്കുളത്ത് ഇടത് ഭാഗത്ത് കാണാം. ഒന്ന് ചിറക്കിൽ പോകുന്ന റോഡുണ്ട്, നേരെ ഒന്ന് ഇവിടെ പുതിയൊരിലേക്ക് പോകുന്ന റോഡ് കാണും. ആ ജംഗ്ഷനിലാണ് ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. കണ്ട, ആദ്യം ആ ബക്കറ്റിൽ നിന്ന് കല്ലുമ്മക്കായ പൊളിച്ച് മുളക് പൊടീൻ്റെ അകത്ത് മുക്കി കല്ലിലേക്ക് വെക്കുമെന്ന്. അപ്പോൾ അത് വെന്തെടുക്കുമ്പോൾ അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3-4-5 മിനിറ്റിനുള്ളിൽ സംഭവം ഓക്കെ ആവും. അത് എന്നിട്ട് ഒരു പ്ലേറ്റിൽ അങ്ങ് എടുത്ത് ഒരു കടി അങ്ങ് കടിക്കുമ്പോൾ ആ സ്വാദ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന എല്ലാവരും ഇവിടെ ഒന്ന് കയറാൻ മറക്കല്ലേ.